ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകൾ, ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച കഥയും കവിതകളും എന്നിവ കേൾക്കാം. ആദ്യം കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത പ്രളയം. നിറഞ്ഞ കണ്ണിലേക്കുറ്റുനോക്കി മകൻ മുഴിഞ്ഞു അമ്മയോടൻ കുഞ്ഞേച്ചിയെവിടെന്ന്. പൊഴിഞ്ഞു കണ്ണുനീരുത്തരം പോലവേ മെലിഞ്ഞ മാറിലേക്കിറ്റിറ്റു വീഴവേ. കുഴിഞ്ഞ കണ്ണിലേക്കുറ്റുനോക്കി മകൻ മുഴിഞ്ഞു അമ്മയോടൻ കുഞ്ഞേച്ചിയെവിടെന്ന്. പിച്ച വെച്ചു നടക്കുന്നോരുണ്ണിയെ ഒക്കത്തെറ്റി അലറി വിളിച്ചതും തൻ്റെ പൊന്നുമോൾ ആഴിയിൽ അന്ത്യമായി കയ്യുയർത്തി പിടഞ്ഞു താഴുന്നതും കണ്ടു നിന്നോരി അമ്മ തൻ യാചന വിണ്ണുപോലും നടുങ്ങി വിറയ്ക്കവേ. പിന്നെ ഓർമ്മകൾ എങ്ങോ മറഞ്ഞുപോയി, രണ്ടു കണ്ണികൾ മാത്രമായി തീരുവാൻ. ഉണ്ണിക്കൊന്നും മനസ്സിലാകുന്നില്ല, അമ്മ പിന്നെയും എന്തോ പുലമ്പുന്നു. ഒന്നു മാത്രമേ ഉണ്ണിക്കറിഞ്ഞിടാം, തൻ്റെ കുഞ്ഞേച്ചി കൂട്ടായിരിക്കണം. ഉണ്ണിക്കൊന്നും മനസ്സിലാകുന്നില്ല, അമ്മ പിന്നെയും എന്തോ പുലമ്പുന്നു. ഉണ്ണി മാത്രമേ ഉണ്ണിക്കറിഞ്ഞിടാം, തൻ്റെ കുഞ്ഞേച്ചി കൂട്ടായിരിക്കണം. മണ്ണുവാരി കളിക്കണം, പിന്നെയാ മണ്ണപ്പം കൊണ്ട് സദ്യയൊരുക്കണം. തുമ്പപ്പൂവിൽ വിരുന്നു വരുന്നരാ തുമ്പികളുടെ വാലിൽ പിടിക്കണം. കണ്ണുപൊത്തിക്കളിക്കണം, അന്ത്യയ്ക്ക് സന്ധ്യനാമം ജപിക്കാൻ പഠിക്കണം. മൺചിരാതിൻ്റെ മങ്ങും വെളിച്ചത്ത് മിന്നും മിന്നാമിനുങ്ങിനെ കാണണം. തൻ്റെ പെങ്ങൾ തൻ കൈകളിൽ തൂങ്ങണം, തൻ്റെ പെങ്ങൾ തൻ കൈകളിൽ തൂങ്ങണം. ആഴിയോരത്തു ചാടിത്തിമർക്കണം, അങ്ങു ദൂരെ കടൽ താണ്ടിയെത്തുമീ അച്ഛനെയൊന്നു കെട്ടിപ്പുണരണം. അമ്മയെ തന്നെ ഉറ്റുനോക്കി മകൻ എപ്പോഴാണമ്മേ അച്ഛൻ വരുന്നത്. അച്ഛനെത്തുമ്പോഴെന്നും തരാറുള്ള മധുരമിട്ടായി എന്തേ തരാത്തത്. ചങ്കുപിളർക്കുമീ അമ്മ തൻ വേദന നിറഞ്ഞ കണ്ണിലൂടിറ്റിറ്റു വീഴവേ. മുഴിഞ്ഞ കുഞ്ഞു മനസ്സിലെ സ്വാന്തനം കരയണ്ടമ്മേ അച്ഛനിന്നെപ്പോഴും, കരയണ്ടമ്മേ എന്നച്ഛനിന്നെപ്പോഴും. ഇല്ല മോനെ, നിന്റെ അച്ഛൻ വരില്ലിനി കുഞ്ഞു വാക്കുകൾ കേൾക്കാനൊരിക്കലും. ഇല്ല മോനെ, നിൻ കുഞ്ഞേച്ചിയെത്തില്ല ഈ കുഞ്ഞു കൈകൾ പിടിച്ചു നടക്കുവാൻ. എങ്ങുപോയമ്മേ ഇന്നെൻ്റെ കുഞ്ഞേച്ചി, എങ്ങുപോയമ്മേ എൻ്റെ പൊന്നച്ഛനും. രണ്ടുപേരും വരട്ടെ ഈ കുഞ്ഞുണ്ണി മിണ്ടുകില്ല പിണങ്ങിക്കിടന്നിടും. കണ്ണുപൂട്ടി നീ ഉണ്ണി കിടക്കുക, അച്ഛനെ സ്വപ്നം കണ്ടേ മയങ്ങുക. കണ്ണുപൂട്ടി നീ ഉണ്ണി കിടക്കുക, അച്ഛനെ സ്വപ്നം കണ്ടേ മയങ്ങുക. സത്യമൊക്കെയും കാലം പറഞ്ഞിടും, അപ്പോഴെല്ലാം നിനക്കായി തെളിഞ്ഞിടും. അപ്പോഴെല്ലാം നിനക്കായി തെളിഞ്ഞിടും. അപ്പോഴെല്ലാം നിനക്കായി തെളിഞ്ഞിടും. തുടർന്ന് പാതുക മാഹാത്മ്യം. പാദത്തിനൊപ്പമാകണം പാതുകം, നിറവും വലുപ്പവും ഒരുപോലെയാകണം. ഒരുമിച്ചു നടക്കണം, ഒരുപോലായുസ്സു തീർക്കണം. ഐക്യവും സമത്വവും ജീവിതം മുഴുവനാകണം. ഇത്രയും വലിയ പാഠം പറയാതെ കാണിച്ചു നൽകും ഇകത്തിലാരുണ്ടുഹേ.
രണ്ടാണെങ്കിലും ഒരുപോൽ തന്നെ ജീവിക്കുന്നു. മരണം വരെയും ചെരുപ്പുകൾ ഒന്നിച്ചു ജോലി ചെയ്യുന്നെപ്പോഴും ഒരുപോൽ ജീവനും വെടിയുന്നു. തേഞ്ഞു തീർന്ന ചെരുപ്പുകൾ തൊടിയിൽ കിടന്നു മുരളുന്നു. തേഞ്ഞതു ഞാൻ മാത്രമല്ല, നിന്റെ ആയുസ്സു കൂടിയാണെന്ന്. ഒരു വളയിടാം, ഒരു തളയിടാം, രണ്ട് കണ്ണുകൾക്കൊരു കണ്ണടയും. ചെരുപ്പെന്നാലൊന്നു പോരാ, ജോഡി തികച്ചാവണം. മരിക്കും വരെയൊരുപോലെ ജീവിതം നയിക്കുന്നവരത്ര ചെരുപ്പുകൾ. ഒരുവൻ മരിച്ചാൽ കൂടെ നടന്നവനും മരിച്ചതിനു തുല്യമെന്നു പഠിപ്പിക്കും ജീവിതപാഠമത്രേ തേഞ്ഞു തീർന്ന ചെരുപ്പുകൾ. ഇനി നഗ്നസത്യം. സത്യവും അസത്യവും ഒരിക്കലൊരു പുഴയുടെ തീരത്തു വച്ചൊന്നു കണ്ടുമുട്ടി. സത്യം പറഞ്ഞു അസത്യമേ, നീ എൻ്റെ വില കളഞ്ഞെന്തിനു ജീവിക്കുന്നു. സുഭിതനായി ചൊല്ലി അസത്യം, ഞാൻ എപ്പോഴും ജനഹിതത്തോടെ ഒപ്പം വാഴും. ഞാൻ ചിലയ്ക്കുമ്പോൾ നീ മൂകമാകുന്നത് നിന്റെ കുറവുകൾ തന്നെയല്ലേ. സത്യം പറഞ്ഞു ഞാനെന്തോ പറഞ്ഞാലും കപടമായി നീ എൻ്റെ മുന്നിലില്ലേ. എൻ്റെ നിലയും വിലയും നിനക്കില്ല, എങ്കിലും നീ എൻ്റെ മുന്നിലെന്തേ. ബലമെനിക്കാണെന്നു സമ്മതിക്കില്ലെങ്കിൽ ബലമൊന്നു നോക്കാം അസത്യം ചൊല്ലി. ഈ പുഴക്കരയിൽ നിന്നക്കരെ നീന്തിയാൽ സത്യമേ നീ തന്നെ ഉത്തമർണൻ. ഇരുവരും സമ്മതിച്ചക്കരെ നീന്തിയൊന്നിക്കരെ എത്തുവാൻ വാതുവച്ചു. സത്യം വിഭക്തനായി പുഴ നീന്തിയകലുമ്പോൾ അസത്യമാ വസ്ത്രം ധരിച്ചു നീങ്ങി. സത്യമൊന്നക്കരെ പോയി തിരിച്ചെത്തി നോക്കുമ്പോൾ തന്നെ വസ്ത്രമില്ല. അസത്യമാ വസ്ത്രം ധരിച്ചു പുറപ്പെട്ടു, സത്യമായി നാട്ടിൽ നിറഞ്ഞു നിന്നു. സത്യം അസത്യത്തിൽ വസ്ത്രമണിഞ്ഞില്ല, സത്യം അസത്യത്തിൻ വസ്ത്രമണിഞ്ഞില്ല. നഗ്നനായി സത്യം അലഞ്ഞു നാട്ടിൽ. ഞാനാണു യാഥാർത്ഥ്യ സത്യമെന്നെല്ലാരെയും കേണു പറഞ്ഞു നടന്നു നീങ്ങി. അങ്ങനെ കിട്ടി യഥാർത്ഥ സത്യത്തിന് നഗ്നസത്യം എന്ന പേരു തന്നെ. നഗ്നനായി ഇന്നും ആ സത്യം നടക്കുന്നു, സത്യമായി സത്യം വെളിപ്പെടുത്താൻ. അടുത്തതായി നമ്മൾ. ഇനിയും മരിക്കാത്ത നമ്മൾ, ഇന്നും ഇവിടെ ജീവിക്കുന്നു നമ്മൾ. ഇനിയും ക്രിയാശക്തി നേടാൻ മടിക്കുന്ന തെരുവിൽ ജീവിക്കുന്നു നമ്മൾ. ഞാനെന്ന ഭാവം, ഞാനെന്ന മോഹം, ഞാൻ തന്നെ ഞാൻ തന്നെ ഞാനെന്ന ദാഹം, അതുതന്നെയൊരു മാത്ര ദുഃഖമെന്നോർക്കുവാൻ കഴിയാത്ത നാം തന്നെ നമ്മൾ. അരുതാത്തതൊക്കെയും ചെയ്യുന്നു നമ്മൾ, അയൽവാസിയെ കുറ്റമോതുന്നു നമ്മൾ. അറിയാൻ കഴിഞ്ഞിടും കാര്യങ്ങളൊക്കെയും അറിയാതിരിക്കുന്നു നമ്മൾ, ഇന്നും അറിയാതിരിക്കുന്നു നമ്മൾ. കാര്യം നടക്കണേ കൈക്കൂലി വേണമെന്നാരോ ജപിച്ചതും കേട്ട് ചോര നീരാക്കി തഴമ്പിച്ച കൈകളാൽ കൂലി നൽകുന്നു നാം ഇന്നും, കൈക്കൂലി നൽകുന്നു നാം ഇന്നും. പൊള്ളത്തരം തിന്നു തീർക്കുന്നു നമ്മൾ, പൊള്ളത്തരം തിന്നു തീർക്കുന്നു നമ്മൾ. കള്ളത്തരം കാവ്യമാക്കുന്നു നമ്മൾ. കണ്ണിനും കാശിനും കാമപർവ്വത്തിനും കണ്ണിമയ്ക്കുന്നവർ നമ്മൾ. കണ്ണിനും കാശിനും കാമപർവ്വത്തിനും കണ്ണിമയ്ക്കുന്നവർ നമ്മൾ, ഇന്നും കണ്ണിമയ്ക്കുന്നവർ നമ്മൾ. സത്യങ്ങളത്രയും കേൾക്കാത്ത നമ്മൾ, അസത്യങ്ങളത്രയും കേൾക്കുന്ന നമ്മൾ. സത്യം പറഞ്ഞിടാ പത്രഭൂതങ്ങളെ തത്വമാക്കിയിടുന്നു നമ്മൾ, തത്വമാക്കിയിടുന്നു നമ്മൾ. നമ്മളെ നമ്മളായി തീർന്നവരെയൊക്കെയും നമ്മൾ ചവിട്ടി പുറത്താക്കിയിടുന്നു. നമ്മൾക്കൊരാശ്രയം തന്നോരെയൊക്കെയും എന്നും ത്യജിച്ചു നമ്മൾ, തഥാ തിന്നു തീർത്തിടുന്നു നമ്മൾ. ഒറ്റക്കണക്കും അറിയാത്ത നമ്മൾ കള്ളക്കണക്കിൽ മനക്കിണിടുന്നു. ഒറ്റിക്കൊടുത്തും പൊളിവാക്കെറിഞ്ഞുമേ മർത്യരായി വാഴുന്നു നമ്മൾ, വെറും വ്യർത്ഥരായി തീരുന്നു നമ്മൾ. അച്ഛൻ മരിച്ചു കിടക്കുന്ന നേരം ദുഃഖം മെസ്സേജായി അടിക്കുന്ന മക്കൾ, നേരും നെറിയും തിരിച്ചറിയാത്തൊരു ഘട്ടത്തെ വേൽക്കുന്ന നമ്മൾ, കാലഘട്ടത്തെ വേൽക്കുന്ന നമ്മൾ. സ്വന്തം പിതാക്കളെ വൃദ്ധകേന്ദ്രങ്ങളിൽ തായം പറഞ്ഞു തളയ്ക്കുന്ന മക്കൾ, പോയ കാലത്തിൻ്റെ നേരായൊരോർമ്മകൾ പാടെ മറക്കുന്ന മക്കൾ, പോയ കാലത്തിൻ്റെ നേരായൊരോർമ്മകൾ പാടെ മറക്കുന്നു മക്കൾ, ഇന്നു പാടെ മടക്കുന്നു മക്കൾ.
കരുതി വയ്ക്കാനൊന്നുമില്ല ദരിദ്രൻ്റെ എഴുതാത്ത വിപ്ലവം കേൾക്കുന്നു നമ്മൾ. കരയുന്ന കുഞ്ഞിൻ്റെ ചൊടിയിൽ വിഷത്തിൻ നറുവാൽ ചുരത്തി തിമിർക്കുന്നു നമ്മൾ. കരയുന്ന കുഞ്ഞിൻ്റെ ചൊടിയിൽ വിഷത്തിൻ നറുവാൽ ചുരത്തി തിമിർക്കുന്നു നമ്മൾ. അവരെൻ്റെ തൊലിയുരിഞ്ഞ അപരാധമൊക്കെയും അവനിൽ ചുമത്തുന്നു നമ്മൾ. വസുതയുടെ വിരിമാറ് തോണ്ടി ഗർത്തത്തിലെ രുചിരം ചുമയ്ക്കുന്നു നമ്മൾ. രുചിരം രുചിക്കുന്നു നമ്മൾ. ഉയർകൊണ്ട ഗർവിൻ്റെ ഗന്ധഗോപുരങ്ങൾ തരുണിയുടെ മാളിൽ പടയ്ക്കുന്നു നമ്മൾ. പതിതയുടെ പ്രാണൻ ബലിക്കല്ലിലേഴി വ്രതശുദ്ധി തേടി പറക്കുന്നു നമ്മൾ. നെറികൊട്ടതൊക്കെയും ചൊല്ലുന്ന നമ്മൾ. നെറുകേടിനൊപ്പം നടക്കുന്ന നമ്മൾ. നെറിയേത് നേരേത് ശരിയായതൊക്കെയും അറിയാതിരിക്കുന്നു നമ്മൾ. ഇന്നും അറിയാതിരിക്കുന്നു നമ്മൾ. സാഹിത്യവേളയിൽ ഇനി ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച കഥ കേൾക്കാം. കഥയുടെ പേര് ജീവനാംശം. മഴ ആർത്തു വീണു കരയുന്ന പകലുകളിലൊന്നായിരുന്നു അത്. കോടതിപ്പടി കോടതിപ്പടി എന്ന് വിളിച്ചു പറച്ചിൽ കേട്ടാണ് ആരതി ഓർമ്മയിൽ നിന്നുണർന്നത്. ബസ്സിൽ നിന്നിറങ്ങി ബാഗിൽ നിന്നും കുടയെടുത്തു നിവർത്തി സാരി വാരിയൊതുക്കി അവൾ റോഡിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു. കുടയെടുക്കാനുള്ള വെപ്രാളത്തിൽ ദേഹമാകെ നനഞ്ഞിരുന്നു. ആരതി പതിയെ കോടതി ലക്ഷ്യമാക്കി നടന്നു. മഴയായതുകൊണ്ടാവാം കോടതി വരാന്തയിൽ നല്ല തിരക്കായിരുന്നു. വരാന്തയിൽ നിന്ന് മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അവളുടെ വക്കീൽ അവളെ കണ്ട് വേഗം അടുത്തേക്ക് വന്നു. നമ്മൾ തീർച്ചയായും ജയിക്കും. എല്ലാ തെളിവുകളും അയാൾക്കെതിരാണ്. വക്കീൽ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു. അതെ, ജയിക്കും. നമ്മളല്ല, സത്യം. ഈ മഴ പോലും അതിന് സാക്ഷിയായിരിക്കും. ആരതി ഉള്ളിൽ പറഞ്ഞു. ആദ്യത്തെ കേസ് നമ്മുടേതാണ്. അകത്തേക്കിരിക്കാം. വക്കീൽ അങ്ങനെ പറയുമ്പോൾ ആരതി തിടുക്കമില്ലാതെ പതിയെ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. ആരതി, ഒന്ന് നിൽക്കൂ. പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ ആരതിക്ക് ആളെ മനസ്സിലായി. തിരിഞ്ഞു നോക്കണമെന്നോ നിൽക്കണമെന്നോ ആരതിക്ക് തോന്നിയില്ല. ആരതി, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എനിക്കൊരവസരം കൂടി തരൂ. എൻ്റെ തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി. ഞാനിനി പുതിയൊരു മനുഷ്യനായിരിക്കും. മുഖത്ത് നോക്കി കടന്നു പോകൂ എന്നലറാനാണ് ആരതിക്ക് തോന്നിയതെങ്കിലും അവൾ സംയമനം പാലിച്ചു. അവളുടെ ആ മൗനം തീർച്ചയായും അയാളെ തോൽപ്പിച്ചിട്ടുണ്ടാവണം. അയാൾ പിന്നീടൊന്നും പറഞ്ഞില്ല. ആരതി കോടതിക്കുള്ളിലേക്ക് കടന്നിരുന്നു. ജഡ്ജി ഇതുവരെ ചേംബറിൽ എത്തിയിട്ടില്ല. മുഴുവൻ സീറ്റുകളും തന്നെ ഒഴിഞ്ഞുകിടന്നിരുന്നു. അല്ലെങ്കിൽ തന്നെ ആരുണ്ടാവാനാണ്? എന്നും ഒറ്റയ്ക്കായിരുന്നല്ലോ, ആരതി ഓർത്തു. അധികം വൈകാതെ തന്നെ ജഡ്ജിയും വക്കീലന്മാരും മുറിയിലേക്കെത്തി. അപ്പുറത്ത് ഒരു കസേരയിൽ അയാളും. അയാളുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് ആരതി നോക്കിയില്ല. കേസിൻ്റെ വിധിപ്രസ്താവത്തിന് മുമ്പ് ഇനി എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ജഡ്ജിയുടെ ചോദ്യത്തിനു മുൻപിൽ ആരതി നിന്നു. അയാളുടെ നേരെ നോക്കിയില്ല. തീർച്ചയായും യാചനാഭാവമായിരിക്കും കണ്ണിൽ. അത് കാണണമെന്ന് മുൻപൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങനെയൊരു ചിന്തയില്ല. ജഡ്ജിയുടെ ചോദ്യത്തിന് ഇല്ല എന്നവൾ മറുപടി നൽകി. കോടതി മുറിയിലെ ബെഞ്ചിൽ ചാരിയിരുന്നവൾ ദീർഘമായി നിശ്വസിച്ചു. കൊടിയ യാതനകളുടെയും വേദനയുടെയും ഒരു യുഗം അവസാനിക്കുകയാണ്. താൻ കണ്ടുപിടിച്ച ബന്ധമൊന്നും ആയിരുന്നില്ല വിവേകുമായിട്ടുണ്ടായിരുന്നത്. വിവാഹ നിശ്ചയത്തിനു ശേഷമുള്ള നാളുകളിൽ തന്നെ അവൻ്റെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കിയിരുന്നതാണ്. പലവട്ടം വീട്ടുകാരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എങ്കിലും നാട്ടുകാർ എന്തു പറയും, വീട്ടുകാരെന്തു പറയും എന്ന ആവലാതികൾക്കിടയിൽ തൻ്റെ വിഷമം മുങ്ങിപ്പോവുകയാണുണ്ടായത്. ഒരു പെണ്ണും അനുഭവിച്ചിട്ടില്ലാത്തത്ര കൊടിയ ക്രൂരതകളും യാതനകളും അനുഭവിച്ചപ്പോഴും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കൂ എന്ന വീട്ടുകാരുടെ വാക്കുകൾക്ക് മുൻപിൽ തകർന്നുപോയി. പാതി മുടങ്ങിയ പഠനം, പക്വതയാവാത്ത പ്രായത്തിലെ വിവാഹം. എങ്കിലും ഏതോ ഒരു നിമിഷത്തിലെ ദൃഢമായ തീരുമാനത്തിനൊടുവിൽ ഒളിച്ചൊളിച്ചാണ് ആ വീട്ടിൽ നിന്നിറങ്ങിയത്. വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഭർത്താവിനെ ഇട്ടിട്ടു പോന്നവൾ ഇവിടേക്ക് വരണ്ട എന്ന മറുപടിയാണ് ലഭിച്ചത്. തീർത്തും തകർന്നു പോയത് അപ്പോളായിരുന്നു. റെയിൽവേ ട്രാക്കിനടുത്ത് പല വിചാരങ്ങളോടെ ഏറെ നേരം നിന്നതാണ്. പക്ഷേ അനുഭവിച്ച അത്രയും ഇനിയും അനുഭവിക്കാനുണ്ടാവില്ല എന്ന തിരിച്ചറിവ് പുതിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു. അടുത്തുള്ള കന്യാസ്ത്രീ മഠം ലക്ഷ്യമാക്കി നടന്നു. മദറിനെ കണ്ട് കാര്യങ്ങളും അവസ്ഥയും വിവരിച്ചു. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതുവരെ തൽക്കാലം ഇവിടെ താമസിച്ചോളൂ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മദറിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു. അത് ചില്ലറ ആശ്വാസമൊന്നുമല്ല നൽകിയത്. 2 ദിവസം കഴിഞ്ഞ് മദർ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്താണ് തൻ്റെ ഉദ്ദേശ്യം? ഇവിടെ ഇങ്ങനെ നിന്നു പോകാമെന്നാണോ? മദർ അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പേടിച്ചുപോയി. കുട്ടിക്ക് വേണ്ടത്ര പഠിച്ചോളൂ, ഇവിടെ തന്നെ താമസിക്കാം. മദറിൽ നിന്നപ്പോൾ ലഭിച്ചത് ഒരമ്മയുടെ വാത്സല്യമായിരുന്നു. പിന്നീട് കഠിന പരിശ്രമത്തിൻ്റെ നാളുകളായിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കി
TTC പഠനവും കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളെ മഠത്തിൽ താമസിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് താമസം മാറി. ഇതിനിടയിൽ ഡിവോഴ്സിന് ഹർജിയും നൽകി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വീട്ടുകാരാരും അന്വേഷിച്ചു വന്നിട്ടില്ല. ഡിവോഴ്സിനുള്ള പേപ്പർ കയ്യിൽ കിട്ടിയിട്ടാവണം അയാൾ ഒരിക്കൽ കാണാൻ വന്നിരുന്നു. അയാൾ ഒരുപാട് മാറിയെന്നും ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്നുമൊക്കെ ഒരുപാട് പറഞ്ഞു. നീട്ടിയൊന്ന് തുപ്പാനാണ് തോന്നിയതെങ്കിലും തന്റെ സംസ്കാരം അതിന് അനുവദിച്ചില്ലെന്ന് ആരതി ഓർത്തു. ആരതി, ഇതെന്താ, ഉറങ്ങുകയാണോ? വിധി കേട്ടില്ലേ? വക്കീലിന്റെ ചോദ്യമാണ് ചിന്തയിൽ നിന്നുണർത്തിയത്. ഞാൻ പറഞ്ഞില്ലേ വിധി നമുക്ക് അനുകൂലമായിരിക്കുമെന്ന്. അങ്ങനെ തന്നെ തനിക്കുള്ള ജീവനാംശവും വിധിച്ചിട്ടുണ്ട്. ആരതി ചെറുപുഞ്ചിരിയോടെ എണീറ്റു. കോടതിക്ക് പുറത്തുവച്ച് വക്കീലിനെ സെറ്റിൽ ചെയ്ത് അടുത്ത ബസ് പിടിക്കാനായി അവൾ ധൃതിയിൽ നടന്നകലുമ്പോൾ ഇതെന്തൊരു പെണ്ണ് എന്ന ഭാവത്തിൽ വക്കീൽ നോക്കി നിന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം വക്കീൽ വീണ്ടും വിളിച്ചു. ജീവനാംശം കൈപ്പറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 5 ലക്ഷം രൂപ ജീവനാംശമായി ലഭിച്ചു. ആരതി നേരെ പോയത് താൻ മുൻപ് താമസിച്ചിരുന്ന മഠത്തിലേക്കായിരുന്നു. മുഴുവൻ തുകയും മദറിനെ ഏൽപ്പിച്ചു. മദർ അത് സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കുട്ടി, ഇത് നിനക്ക് ജീവിക്കുവാനായി കോടതി അനുവദിച്ചിരിക്കുന്ന തുകയാണ്. അതുകൊണ്ട് നീ സ്വസ്ഥമായി ജീവിക്കൂ. മദർ അങ്ങനെ പറഞ്ഞപ്പോൾ, അപ്പോൾ എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് ഇനി ആരഭയം കൊടുക്കും? എല്ലായ്പ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്നെനിക്കറിയാം. ഇത് അവർക്കുള്ള തുകയാണ് എന്നു പറഞ്ഞ് ആരതി മദറിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഇടയ്ക്ക് വരാം മദർ എന്നു പറഞ്ഞവൾ നടന്നകലുന്നത് നോക്കി മദർ അങ്ങനെ തന്നെ നിന്നു. ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച ചില കുഞ്ഞി കവിതകൾ കേൾക്കാം. മക്കൾ തല്ലരുത് മക്കളെ വടിയോങ്ങി പേടിപ്പിക്കുക. ആകാരത്തിൽ വലുതാകുന്നതൊപ്പം തിരിച്ചറിവിലുമാകണം. പക്ഷം വേണം പലതിനും, നിഷ്പക്ഷമാവേണം പലപ്പോഴും. ഏതു പക്ഷം ചേരുമ്പോഴും നീതി വീണം സമസമം. കർഷകൻ ഉണ്ണാനും ഉടുക്കാനുമില്ലാത്തോൻ മണ്ണിൽ പടയുന്ന കർഷകൻ. ചോറിൽ വിരൽ താഴ്ത്തുമ്പോഴെങ്കിലും ഓർക്കണേ ചേറിൽ വിരൽ പൂഴ്ത്തും അവരെ നാം. അച്ഛൻ കൊണ്ട വെയിലാണ് മക്കൾ തൻ തണലത്രയും. എന്നിട്ടും മക്കളെന്തേ അറയിൽ തള്ളുന്നിതച്ഛനെ. ഒറ്റ എത്ര സമ്പാദിച്ച് കൂട്ടിയാലും ജന്മമൊന്നത്രേ നീ കണ്ടുകൊള്ളുക. ഒറ്റയായി വന്നു ഇഹന്തുങ്ങൾ നാം ഇന്നു ഒറ്റയായി തന്നെ തിരിച്ചുപോയിടണം. സ്വകാര്യം ഇഷ്ടമുള്ളപ്പോൾ പറയുന്ന വാക്കുകൾ, അനിഷ്ടം വരുമ്പോൾ ചൊല്ലല്ലൊരിക്കലും. നാടകം നടിക്കണം നാടകങ്ങൾ, പഠിക്കണം പാഠങ്ങൾ, ത്വജിക്കണം പോരുകൾ, ജപിക്കണം നേരുകൾ. സ്വാതന്ത്ര്യം പറയാം നമുക്കാരോടും അടിച്ചേൽപ്പിക്കാതെ തന്നെ. തഴുകാം നമുക്കുള്ളതെന്തും താഴെ വീഴാതെ നോക്കി. വാല് പിടിക്കാം മുറിവാലാകരുത്, തോല് പൊളിക്കാം ജീവനോടാകരുത്. ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച 2 കവിതകൾ കൂടി കേട്ടാലോ. ആദ്യ കവിത പുതിയ പഴയ ലോകം. ഞാൻ ഇന്നൊരു മാസ്മരിക ലോകത്തെത്തി. അവിടെയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറെ പറയുവാനുണ്ടായിരുന്നിട്ടും ചില്ലലമാരികൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവർ. അവർക്ക് പല മുഖങ്ങളുണ്ടായിരുന്നു. ഒരാൾ ആത്മഗതങ്ങൾ ഏറ്റുപാടിയപ്പോൾ മറ്റേയാൾ വിപ്ലവം ചൊല്ലി. തീരാവേദനകളുടെ നേർസാക്ഷ്യം പോലെ ചിലർ. അടച്ചിട്ട വാതിലിനുള്ളിൽ മാധവിക്കുട്ടി ബെന്യാമിനോട് കഥ പറയുകയായിരുന്നു. വയലാറിന്റെ വിപ്ലവത്തിനു മീതെ ONVയുടെ പ്രണയഗാനങ്ങൾ ഉയർന്നു. സുഭാഷ് ചന്ദ്രൻ മനുഷ്യർക്ക് ആമുഖം ചൊല്ലി. ഇവയ്ക്കിടയിലൂടെയൊരു കനകച്ചിലങ്ക തുള്ളിച്ചാടി. കുഞ്ചനും തുഞ്ചനും ചെറുശ്ശേരിയും വിസ്മരിക്കപ്പെട്ടവർക്കിടയിൽ ഒതുങ്ങി. പാത്തുമ്മയുടെ ആടിനൊപ്പം പ്രകാശം പരത്തുന്ന പെൺകുട്ടി ചിരിച്ചു കളിച്ചു. എഴുതപ്പെടാത്ത പുതുവാക്കുകളുടെ അർത്ഥങ്ങൾ തേടി നിഘണ്ടുക്കൾ പരസ്പരം നോക്കി. MT പുതിയ കഥകൾ മെനയുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞുണ്ണിയാകട്ടെ വലിയ ഭാവമില്ലാതെ കണ്ണിറുക്കി. അന്യഭാഷക്കാരവിടെ ഒറ്റപ്പെട്ടവരെ പോലെ ഒതുങ്ങി നിന്നു. നീ ആരെന്ന ഭാവത്തോടെ ഒരു കൂട്ടം എൻ്റെ നേർക്ക് മുഖം ചുളിച്ചു. ബാലാമണിയമ്മ മുത്തശ്ശിയെപ്പോലെ വാത്സല്യം പകർന്നു. ഞാൻ തികച്ചും അപരിചിതയെപ്പോലെ നിന്നു. പൊടുന്നനെ അവർ ഒരുമിച്ച് അലമുറയിട്ടു. ചില്ലുകൂടാരങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമത്രേ. ഞാൻ ആര്? അവരിൽ നിന്നും മുഖം തിരിച്ച് ഞാൻ ആ മുറിയുടെ വാതിൽ വലിച്ചടച്ചു പൂട്ടി. തുടർന്ന് എൻ്റെ മരണം. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ ആരെങ്കിലും വന്നാൽ ഉള്ളു തുറന്നെനിക്ക് ചിരിക്കണം. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ ആരെങ്കിലും വന്നാൽ ഉള്ളു തുറന്നെനിക്ക് ചിരിക്കണം. ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ നിന്നെ നോക്കിയില്ല.
അപ്പോൾ എൻ്റെ മനസ്സിൽ നിനക്ക് എന്നെക്കാളും കൂടുതലുള്ള കാര്യങ്ങളോർത്ത് കുശുമ്പായിരുന്നു. ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, എല്ലാം കണ്ടുകൊണ്ട് കിടക്കയാണെന്നുറക്കെ പറയണം. ഞാൻ പോയെന്നോർത്ത് കരയുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങളെ പറ്റിക്കുകയാണെന്നോർത്തു ചിരിക്കണം. മുന്നിൽ റീത്ത് വെച്ചു കരഞ്ഞ് പിന്നിൽ നിന്ന് എന്നെ കുറ്റം പറഞ്ഞാൽ എനിക്കു കേൾക്കാമെന്നും അറിയിക്കണം. ഞാൻ കടം മേടിച്ചിട്ടില്ല, അവർ കള്ളം പറയുകയാണെന്ന് വേണ്ടപ്പെട്ടവരെ ഓർമ്മിപ്പിക്കണം. പട്ടുകൾ ഒരുപാടിടാതെ എനിക്ക് എപ്പോഴും ആവിയാണെന്ന് പറയണം. ഇന്നലെ വരെ കണ്ടതും ഞാൻ ധരിച്ചതും മുഖം മൂടികളെന്നും അറിയിക്കണം. ഒടുവിലെല്ലാവരോടും ഇന്നു ഞാൻ നാളെ നീ എന്നുറക്കെ ഉറക്കെ പറയണം. പിന്നെ ആ ചിരിയൊഴിയാതെ തിരിഞ്ഞു നടക്കണം. ചിത എരിയും മുൻപേ ഞാൻ കഥയായവരെ പാടേ മറക്കണം. പിന്നെ ആ ചിരിയൊഴിയാതെ തിരിഞ്ഞു നടക്കണം. ചിത എരിയും മുൻപേ ഞാൻ കഥയായവരെ പാടേ മറക്കണം. ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച കഥയും കവിതകളും, കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.